നമസ്കാരം, ഞാൻ രാജു, പുനർജനി അഗ്രവാടൻ, മാധവത്ത്, കാഞ്ഞങ്ങാട് സൗത്ത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് ക്രീപ്പർ ചെടി, നല്ല ഭംഗിയുള്ള ക്രീപ്പർ ചെടി നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പേര് മാൻഡവില്ല. ഇത് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും, കുറേ ആൾക്കാർക്ക് അറിയും മാൻഡവില്ല. ഏതായാലും നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ ചെടിയാണ് മാൻഡവില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇത് പടർത്തി വിടാൻ പറ്റുന്നൊരു ചെടിയാണ്. ഇതിപ്പം നമ്മൾ ഉള്ളത് ഇപ്പോൾ ഹാങ്ങിങ് പോട്ടിലാണ്, കണ്ടില്ലേ? ഇതൊരു തൂക്ക് ചെടിയായിട്ട് വളർത്താം, അതല്ലാണ്ട് നമുക്ക് നന്നായിട്ട് പടർത്തി കൊടുക്കാനും പറ്റും. അങ്ങനെയുള്ളൊരു ചെടിയാണ് മാൻഡവില്ല. ഇത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ 4 കളറുണ്ട്. പ്രധാനമായിട്ട് ഒന്ന് ഒരു ഡാർക്ക് റോസ് കളറ്, പിന്നെ അതിൻ്റെ ലൈറ്റ് റോസ് ഉണ്ട്. ഇതിപ്പം ലൈറ്റ് റോസാണ് വരുന്നത്, കണ്ടില്ലേ? ഇത് ലൈറ്റ് റോസ്. അതുപോലെ വൈറ്റ്, നല്ല വെള്ള മാൻഡവില്ല. അതേപോലെ നല്ല റെഡ് കളറുള്ള നല്ല ഡാർക്ക് റെഡ്, കണ്ടില്ലേ? ഇങ്ങനെ 4 വെറൈറ്റികളാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മൾ നല്ലൊരു നെറ്റൊക്കെ ഇട്ട് വെച്ച് നമ്മളെ വീട്ടിന് മുമ്പിലൊക്കെ നെറ്റൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് പടർത്തിക്കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്, പടർത്താൻ പറ്റുന്ന നല്ല ഭംഗി. ഇത് ക്രീപ്പർ ചെടിയാണ്, നന്നായിട്ട് പൂവുണ്ടാവും, എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് മാൻഡവില്ല. ഒരു 4 കളറും വെച്ച് കഴിഞ്ഞാൽ 4 കളർ ഒന്നിച്ച് വരും. നമുക്ക് 4 ഭാഗത്തായിട്ട് വെച്ചിട്ട് ഒന്നിച്ച് പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ 4 കളറായിട്ടുള്ള പൂക്കൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അങ്ങനെയുള്ളൊരു ചെടിയാണ് മാൻഡവില്ല. പിന്നെ അതുകൂടാതെ നമുക്ക് വീട്ടിൻ്റെ മുമ്പിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു തൂക്ക് ചെടിയും കൂടിയാണ്, ഹാങ്ങിങ് ചെടിയും കൂടിയാണ്, ഹാങ്ങിങ് പ്ലാന്റാണ് മാൻഡവില്ല. അപ്പോൾ ഇതിന് സാധാരണ ഈ ഡാർക്ക് റെഡൊക്കെ ചിലപ്പം ഒരു കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ചിലപ്പം നശിച്ചു പോകാറുണ്ട്. മറ്റേ വൈറ്റിനൊക്കെ പ്രശ്നം വരുന്നില്ല, ഡാർക്ക് റെഡ് അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ വെള്ളമൊന്നും വേണ്ട, ഒരു നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് സാഫ്, നമ്മൾ കോപ്പർ ഓക്സി ക്ലോറൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ഈ ചെടിക്ക്. അങ്ങനെ നശിച്ചു പോകുന്ന ചെടിയൊന്നുമില്ല, വൈറ്റൊന്നും ഒരിക്കലും നശിച്ചു പോകില്ല. ഈ ഡാർക്കിന് അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ട്. ഒരുപാട് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പം ഫംഗസ് വന്നിട്ട് ചാവാൻ സാധ്യതയുണ്ട്. അപ്പം പക്ഷേ ഇത് നല്ലൊരു ചെടിയാണ്, നല്ല ഭംഗി, നല്ല എപ്പോഴും പൂവുണ്ടാവും. അതാണ് മാൻഡവിലിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിതിന് വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, ഏത് വേണം കൊടുക്കാം. ഇതൊക്കെ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചാണകവും അതുപോലെ കടലപ്പിണ്ണാക്കും കൂടിയിട്ട് നമ്മൾ ഒരു ജീവാമൃതം പോലെ ആക്കി ഒരു 10 ദിവസം പുളിപ്പിച്ച് അതിൻ്റെ വെള്ളം നമ്മൾ ഡൈലൂട്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും നന്നായിട്ട് പൂ വരും. അതും നല്ലൊരു വളമാണ്. ചാണകപ്പൊടിയും അതേപോലെ ചാണകപ്പൊടിയല്ല, പച്ച ചാണകമാണ്, പച്ച ചാണകവും അതുപോലെ കടലപ്പിണ്ണാക്കും. അത് ഒരു 10 ദിവസം പുളിപ്പിക്കാൻ വെക്കണം. നമ്മൾ ദിവസം ഒന്ന് ഇളക്കി കൊടുത്ത് 10ാമത്തെ ദിവസം നമുക്ക് അത് കുറച്ചെടുത്ത് അതിൻ്റെ ഒരു 5 ഇരട്ടി വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അതിൽ വേണമെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്കും ചേർക്കാം ആ കൂട്ടത്തിൽ. അപ്പോൾ നന്നായിട്ട് പൂ വരുന്ന ഒരു ചെടിയാണ് മാൻഡവില്ല. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക.